നമുക്ക് പഠിക്കേണ്ടത് മൊമെന്റം. മൂവ് ചെയ്യുന്ന ബോഡീസിന് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് മൊമെന്റം എന്ന് പറയുന്നത്. മൊമെന്റം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. മൊമെന്റം ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റിനാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. മൊമെന്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് നമ്മളിവിടെ വെക്റ്റർ സൈൻ ഇടും. വെക്റ്റർ പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വെക്റ്റർ വി. അതാണ് മൊമെന്റം. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താ? മൊമെന്റം മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് മാസിന്റെ യൂണിറ്റിന്റെയും വെലോസിറ്റിയുടെ യൂണിറ്റിന്റെയും പ്രോഡക്റ്റ് ആയിരിക്കും മൊമെന്റത്തിന്റെ യൂണിറ്റ്. ദാറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. Now we should know the relation connecting momentum and kinetic energy. We know kinetic energy is equal to half mv square, or E is equal to half, ഞാൻ ന്യൂമറേറ്ററിൽ ഒരു എമ്മിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അത് എം സ്ക്വയർ ആവും. എം സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിലും വരും. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മാസ് മൾട്ടിപ്ലൈ ചെയ്യും. ഓർ ഇ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി ഹോൾ സ്ക്വയർ ബൈ എം, ഓർ ഇ ഈസ് ഈക്വൽ ടു what is mv? It is p, momentum. P square by 2m. This is the relation connecting kinetic energy and momentum. Now we have to study Newton's first law. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത് ഒരു ബോഡി എവിടെയെങ്കിലും റെസ്റ്റിൽ ആയിരിക്കുകയാണെങ്കിൽ ബോഡി റെസ്റ്റിൽ തന്നെ ആയിരിക്കും. ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും until an unbalanced external force is applied on it. ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വരെ ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിലായിരിക്കും, സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഞാൻ പറഞ്ഞത് ഈ ഫസ്റ്റ് ലോയ്ക്കകത്ത്, ഞാൻ ഇപ്പൊ പറഞ്ഞ ഫസ്റ്റ് ലോയ്ക്കകത്ത് രണ്ട് ടേംസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫോഴ്സ് അൺബാലൻസ്ഡ് ആയിരിക്കണം, ഫോഴ്സ് എക്സ്റ്റേണൽ ആയിരിക്കണം. ഫോഴ്സ് അൺബാലൻസ്ഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ വേറൊരു ഫോഴ്സ് ക്യാൻസൽ ചെയ്ത് കളയരുത്. അപ്പോൾ ഞാൻ ഈ ബോഡിയിലേക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്താൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് എഫ്, ആ ഫോഴ്സിനെ ക്യാൻസൽ ചെയ്ത് കളയരുത്. ഫോഴ്സ് അൺബാലൻസ്ഡ് ആയിരിക്കണം. ഇങ്ങനെ ഫോഴ്സിനെ ക്യാൻസൽ ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മൾ അതിനെ ബാലൻസ്ഡ് ഫോഴ്സസ് എന്ന് പറയും. ഫോഴ്സ് ബാലൻസ്ഡ് ഫോഴ്സ് ആകാൻ പാടില്ല, ഫോഴ്സ് അൺബാലൻസ്ഡ് ആയിരിക്കണം. മറ്റൊന്ന് ഫോഴ്സ് എക്സ്റ്റേണൽ ആയിരിക്കണം. ബോഡിയുടെ പുറത്തു നിന്ന്, ബോഡിയുടെ വെളിയിൽ നിന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. നമ്മളൊരു കാർ പുഷ് ചെയ്യണമെങ്കിൽ പുറത്തുനിന്ന് കാർ പുഷ് ചെയ്യണം. ഫോഴ്സ് എക്സ്റ്റേണൽ ആയിരിക്കണം.
ബോഡിയുടെ അകത്തു നിന്നല്ല ഫോഴ്സ് വരുന്നത്. അങ്ങനെ ഫോഴ്സ് വന്നാൽ ബോഡിയുടെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബോഡിയുടെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോഴ്സ് ഷുഡ് ബി ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ ഫസ്റ്റ് ലോ ഇങ്ങനെയാണ് പറയുന്നത്, എവരി ബോഡി കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or of uniform motion unless an unbalanced external force is applied on it. Every body continue in its state of rest. എല്ലാ ബോഡീസും ഒന്നുകിൽ റെസ്റ്റിലായിരിക്കും or in its state of uniform motion along a straight line. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ യൂണിഫോം മോഷൻ പെർഫോം ചെയ്യുകയായിരിക്കും. unless an unbalanced external force is applied on it. ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വരെ ബോഡി ഒന്നുകിൽ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ യൂണിഫോം മോഷൻ പെർഫോം ചെയ്യുകയായിരിക്കും. ഇതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ മൊമെന്റത്തെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡ് ലോ പറയുന്നത് ഒരു ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മൊമെന്റത്തിനുണ്ടാകുന്ന ചേഞ്ചിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഞാനിവിടെ പി എന്ന് പറയുന്നത് മൊമെന്റമാണ്. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മൊമെന്റത്തിനുണ്ടാകുന്ന ചേഞ്ച് ഇൻ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മൊമെന്റത്തിനുണ്ടാകുന്ന ചേഞ്ച്, അതിനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ദിസ് ടൈം ഡെൽറ്റ ടി ഈസ് ടു സ്മോൾ, ഇഫ് ദിസ് ടൈം ഡെൽറ്റ ടി ടെൻഡ്സ് ടു 0, we can write dp by dt, rate of change of momentum. ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മൊമെന്റത്തിനുണ്ടാകുന്ന ചേഞ്ചിനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് പ്രൊപ്പോർഷണൽ ആണ്. ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മൊമെന്റത്തിനുണ്ടാകുന്ന ചേഞ്ച് എത്രയാണെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടുതലാണെങ്കിൽ ചേഞ്ച് കൂടുതലായിരിക്കും, അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കുറവാണെങ്കിൽ ചേഞ്ച് കുറവായിരിക്കും. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുന്നതിന് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. F is equal to K dP by dt. But in our case, the value of proportionality constant K is 1. Therefore, F is equal to dP by dt because the constant K is equal to 1. Constant K 1 ആണ്, അതുകൊണ്ട് F is equal to dP by dt. Or F is equal to d by dt of mv because P is equal to mv, because P is equal to mv. dP means change in momentum, dmv means change in mass and change in velocity. But normally mass remains a constant. സാധാരണ ഇവിടെ മാസ് ചേഞ്ച് ചെയ്യാറില്ല. മാസ് ചേഞ്ച് ചെയ്യുന്ന കേസസ് ഉണ്ട്, ബട്ട് സാധാരണ ചേഞ്ച് ചെയ്യാറില്ല. വെലോസിറ്റിയാണ് ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് F is equal to m dv by dt. But what is because mass is equal to a constant. But what is dv by dt? What is dp by dt? The rate of change of momentum. What is dv by dt? Rate of change of velocity. Therefore, F is equal to m into a because a is equal to dv by dt.
acceleration is equal to rate of change of velocity, or F is equal to ma. This is the mathematical expression for Newton's second law. Since force is a vector and acceleration is also a vector, in vector form we can write F is equal to m into vector A. F is equal to m into vector A. This is the mathematical expression for Newton's second law. Newton's third law. Newton's third law നമുക്ക് എല്ലാവർക്കും അറിയാം. For every action there is an equal and opposite reaction. For every action there is an equal and opposite reaction. For every action there is an equal and opposite reaction. ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ ഉണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആക്ഷനും റിയാക്ഷനും ഒരേ സമയത്താണ് നടക്കുന്നത്, രണ്ട് ഡിഫറെന്റ് ബോഡീസിലാണ് നടക്കുന്നത്. ആക്ഷൻ നടന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ല റിയാക്ഷൻ. ആക്ഷനും റിയാക്ഷനും ഒരേ സമയത്താണ്. ആക്ഷൻ ഒരു ബോഡിയിലാണ്, റിയാക്ഷൻ മറ്റൊരു ബോഡിയിലാണ്. അപ്പോൾ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ സെയിം ടൈം ബട്ട് ഓൺ ഡിഫറെന്റ് ബോഡീസ്. ഒരേ ബോഡിയിലായിരുന്നുവെങ്കിൽ ആക്ഷനും റിയാക്ഷനും ക്യാൻസൽ ആയി പോയേനെ. കാരണം ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ആക്ഷനും റിയാക്ഷനും ഒരേ ബോഡിയിലാണ് നടന്നിരുന്നതെങ്കിൽ അവർ ക്യാൻസൽ ആയി പോയേനെ. പക്ഷെ ഒരേ ബോഡിയിലല്ല, ആക്ഷനും റിയാക്ഷനും ഡിഫറെന്റ് ബോഡീസിലാണ് നടക്കുന്നത്. അപ്പോൾ ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആക്ഷനും റിയാക്ഷനും സൈമൾട്ടേനിയസ് ആണ്, ഒരേ സമയത്താണ്, ബട്ട് ഓൺ ഡിഫറെന്റ് ബോഡീസ്.